ഹേ ഓൾ, ഇത് നമ്മുടെ ചാനൽ സ്റ്റാർട്ടാക്കിയിട്ടുള്ള ആദ്യത്തെ ഒരു ലോങ് ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും. ലോങ് വീഡിയോ എന്നൊക്കെ പറയുന്നത് കേട്ടതൊന്നും വലിയൊരു വീഡിയോ ആണെന്ന്, പക്ഷേ അല്ല, ഇത് ചെറിയൊരു 5 മിനിറ്റിന്റെ ഒരു വീഡിയോ ആണ്. വീഡിയോ എടുക്കുന്നത് ഫ്രൈഡേ ആണ്. ഇന്ന് ഞാൻ സ്കൂളിൽ പോയിട്ടില്ലായിരുന്നു, കാരണം പനിയായിരുന്നു. രാവിലെ എണീക്കുമ്പോൾ ഇതുപോലെ കുറച്ച് ഗ്രീനറി ഒക്കെ കാണുമ്പോൾ കുറച്ച് പോസിറ്റീവ് എനർജി കിട്ടും. രാവിലെ തന്നെ എണീക്കുമ്പോൾ കുറച്ച് ഹെവി ആയിട്ട് കഴിക്കുന്നൊന്നും എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ലൈറ്റ് ആയിട്ടാണ് കഴിക്കാറുള്ളത്. ഈ ഒരാഴ്ചയിൽ 2 ദിവസം അല്ലാതെ ബാക്കിയുള്ള എല്ലാ ദിവസവും ഞാൻ ലീവായിരുന്നു. അതുകൊണ്ട് അന്ന് മുതലുള്ള നോട്ട്സ് ഒക്കെ എങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നോക്കുകയാണ്. പക്ഷേ എന്റെ മടി കാരണം എന്തായാലും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റിയിട്ടില്ല. പനി ആയതുകൊണ്ട് എന്നെ എണീക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ എങ്ങനെയൊക്കെയോ ആയിട്ട് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 1-2 ദിവസം മാത്രമാണ് അപ്ലോഡ് ചെയ്യാതിരുന്നത്. 5 സബ്ജക്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉണ്ടായിരുന്നത്. ഞാൻ പോകാത്തുന്ന അത്ര സബ്ജക്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്താ പറ്റിയതെന്ന് അറിയില്ല, ഞാൻ അല്ലാത്തൊരു ദിവസം പോലും മാത്സ് ടീച്ചറും വന്നിട്ടില്ല. സ്കൂളിൽ പോകുന്നതൊക്കെ എന്നും ആ ടീച്ചർ വരും, പക്ഷെ ഞാൻ സ്കൂളിൽ പോവാത്തന്ന് എന്തുകൊണ്ട് വന്നില്ല? ഇല്ലാത്തതുകൊണ്ട് ഒരു കുഴപ്പമില്ല, എനിക്ക് ആ സബ്ജക്ട് എഴുതണ്ടല്ലോ. ഇല്ലെങ്കിൽ ഞാൻ ഇഷ്ടം പോലെ ഇരുന്ന് എഴുതേണ്ടി വരും. അങ്ങനെ ഞാൻ ഫൈനലി ഇംഗ്ലീഷ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളുടെ പണി എഴുതന്നെയാണ്. ഞാൻ കെമിസ്ട്രിയും കൂടി ഇരുന്ന് കംപ്ലീറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, എല്ലാതും കൂടെ കാണിച്ച് നിങ്ങളെ മടുപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുക്കാഞ്ഞത്. 5 സബ്ജക്റ്റ് ഇല്ലായിരുന്നു, അതിൽ 3 സബ്ജക്റ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 2 സബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഇന്നത്തെ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും. അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തു. അത് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി കാണാം. വീഡിയോ ഞാൻ വേറൊരു ഫോണിൽ നിന്ന് ഈ ഒരു ഫോണിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം ക്ലിയർ ഒക്കെ പോയിട്ടുണ്ട്. ഫോണിൽ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ഞാൻ HD ക്വാളിറ്റി തന്നെയാണ് ഇതിൽ സെൻഡ് ആക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്നിൽ എത്തിയ കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ ക്ലാരിറ്റിക്ക് ചെറിയൊരു അപാകതകളൊക്കെ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ എഴുതി ഒരു വഴിയായപ്പോൾ എനിക്ക് എന്തൊക്കെയോ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്രേവിങ്സ് വന്നു. അത് ഇങ്ങനെ ചോക്ലേറ്റ്സ് അങ്ങനെയാണെന്നൊന്നുമില്ല, എന്ത് കിട്ടിയാലും മതി. എൻ്റെ മാതാജിയോട് പറഞ്ഞപ്പോൾ എനിക്ക് ഇതാണ് ഉണ്ടാക്കി കൊണ്ടുവന്നതെന്ന്. കുറച്ച് സ്വല്പം അധികം ഹെൽത്തി ആയതുകൊണ്ട് തന്നെ ഞാൻ അത് കഴിച്ചു. ഇപ്പം അതിൽ ഷുഗർ എന്താണെന്ന് ചോദിച്ചിട്ട് ആരും വരണ്ട, അത് ഞങ്ങൾ മിക്സ് ആക്കിയിട്ട് കഴിച്ചതാണ്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ചെറിയൊരു ബിസിനസ് ആണ്. അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. എന്തായാലും അത് വാങ്ങാൻ താല്പര്യമുള്ളവർ എന്തായാലും ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ. പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് സെൻഡ് ആക്കുന്നത്. കോഴിക്കോട് നിന്ന് ഒരു ഓർഡർ വന്നിട്ടുണ്ട്. ഇനി എല്ലാ ജില്ലയിലും ഇത് അവൈലബിൾ ആണ്. അയച്ച നമ്പറിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഒക്കെ ഞാൻ ഇതുപോലെ കുറച്ച് ക്രാഫ്റ്റോ അല്ലെങ്കിൽ കുറച്ച് എഴുതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥയിലൊക്കെ ആയിരിക്കും കിടക്കുന്നുണ്ടാവുക. ഇരിക്കുന്ന സ്പേസ് എനിക്ക് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ക്ലീൻ ആയിട്ട് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. കുറച്ച് ക്രാഫ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും എൻ്റെ ഡെസ്കിന്റെ കോലൊക്കെ ഇത് തന്നെയായിരിക്കും. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിന്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾ വിചാരിക്കും ഇതാണോ നീ വൃത്തിയാക്കിയതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വൃത്തിയാക്കിയതൊന്നും ഇതിൽ പറയാൻ പറ്റില്ല. ജസ്റ്റ് ഒന്ന് ഓർഗനൈസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി ഇട്ടു, അത്രേ. അങ്ങനെ എൻ്റെ അലങ്കോലായിട്ട് കിടക്കുന്ന ആ ഒരു സ്പേസ് ഞാൻ ഭയങ്കര വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ എന്തായാലും ഒരു സ്ഥലം വരെ പോവാണ്. വേറെ എടുക്കുമല്ല പോകുന്നത്, നമ്മൾ ചുരം കയറാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെയൊക്കെ ക്ലാരിറ്റി നോക്കൂ, ഒരു ക്ലാരിറ്റി ഇല്ലാത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ ആൻഡ്രോയിഡ് ഫോണിൽ എടുക്കുന്നതിൻ്റെക്കാളും നല്ല ക്ലിയർ ഉണ്ട് ഈ ഒരു ഫോണിന്. അല്ലെങ്കിലും എല്ലാവരും ചെറിയ ചെറിയ കാര്യങ്ങളൊന്നല്ലേ വലിയ വലിയ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യുക, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ സമാധാനിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. നല്ല വ്യൂ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ഭംഗിയില്ലേ ആകാശം കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞങ്ങൾ ഇതിന് മുമ്പ് വരുമ്പോഴൊക്കെ ഇതിലായിരുന്നു നല്ല ഭംഗി ഉണ്ടാവലുണ്ട്. അല്ലെങ്കിലും ആകാശം ഇന്ന് കണ്ട പോലെയല്ല നാളെ ഞാൻ കാണാറില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ചധികം സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തന്നെ പോകും. അതിന്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. എങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് ഒരു ലോങ് വീഡിയോ ആക്കണല്ലോ. അവിടെ ഷോർട്ട് വീഡിയോസിനൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ തരത്തിലുള്ള സംഭവങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ലോങ് വീഡിയോ ഒക്കെ പറ്റിയതൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആകെ കൂടെ കുറച്ച് ദൂരെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. കുറച്ച് ടൈം ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ പോയത് ഏകദേശം 6 മണി ആ ഒരു ടൈമിലാണ്. പിന്നെ ഞങ്ങൾ ആ ഒരു ടൈമിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ നല്ലപോലെ ലേറ്റ് ആവുമായിരുന്നു. വെറുതെ ആ പണിക്കൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. എന്തിനാണ് ഈ വീഡിയോന്റെ അവസാനം വരെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതിൽ മ്യൂസിക് ആടാൻ വേണ്ടിയിട്ട് ഭയങ്കര പേടിയാണ്. അഥവാ ഏതെങ്കിലുമൊക്കെ ഒരു മ്യൂസിക്കിനായിട്ട് കോപ്പിറൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ ചെയ്തൊക്കെ വെറുതെ ആയി പോകുന്ന ആ ഒരു ഇത് എനിക്ക് എന്തോ ആലോചിക്കാൻ പോലും വയ്യ. ചുമ്മാ ഒരു നെയ്ച്ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ആഗ്രഹം വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു കടയിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. ഉള്ള കടയിലൊക്കെ കയറിയിട്ട് കുറച്ചധികം നാളായിട്ടുണ്ട്. അയ്യോ, ഞാൻ 4 മിനിറ്റോളം സംസാരിച്ചു. ഫുഡൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഞാൻ അവിടേക്ക് പോകുന്നതിന് മുമ്പ് എടുത്ത ക്ലിപ്സ് ആണ്, പക്ഷേ ഇപ്പോഴാണ് ഇതൊക്കെ ആഡ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ആകെ കൂടെ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ഗ്രീനറി, അതുപോലെ തന്നെ ഞാൻ എഴുതുന്നത്, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ തന്നെയായിരിക്കും. ഒരു ദിവസം ലീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇതുപോലും ചെയ്യലുണ്ടാവില്ല, ആ എഴുതലൊന്നും ഉണ്ടാവില്ല. പ്രൊഡക്റ്റീവ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം തന്നെ. നേരത്തെ കണ്ട കൈ എൻ്റെ ബ്രദറിൻ്റെ ആണ്. എൻ്റെ ഗാലറിയിൽ നിന്ന് എങ്ങനെയും പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ആഡ് ആക്കിയിട്ടുള്ളത്. ഇത് എന്നുള്ളതല്ല. ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത്. ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരും. ടാറ്റാ.